വചനസാരം വചനസാരം. പള്ളി സ്കൂളിലേക്ക് ഒരു ടീച്ചറുടെ ഒഴിവുണ്ടെന്നറിഞ്ഞ ഒത്തിരി മാതാപിതാക്കളും കാൻഡിഡേറ്റ്സും ടീച്ചേഴ്സും പള്ളിയിലേക്ക് ഓടി വന്ന് ചിലർ ചോദിച്ചു സാധ്യതയുണ്ടോ. അപ്പം അതിൽ 1-2 പേർക്ക് സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷേ വികാരിച്ചും പറഞ്ഞു ചില നിബന്ധനകളുണ്ട്. പള്ളിയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നവരായിരിക്കണം, നല്ല ഇവിടെ തന്നെ താമസിക്കുന്നവരായിരിക്കണം, അങ്ങനെ കുറച്ച് നിബന്ധനകൾ പറഞ്ഞു. ആ നിബന്ധനകളിൽ 1-2 നിബന്ധനകൾ അവരുണ്ടായിരുന്നില്ല. സത്യത്തിൽ അമ്മ വെല്ലുവിളിച്ച്, ഞാൻ പിതാവിനെ പോയി കാണും, മറ്റ് ആളുകളായിട്ട് എനിക്ക് നല്ല സ്വാധീനമുണ്ട്, ഞാൻ അവരെ പോയി കാണും, ഞാനിത് ശരിയാക്കും. പലപ്പോഴും അത് അമ്മയുടെ വാശിയൊന്നുമല്ല, മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ പലപ്പോഴും ചോദിക്കാനൊക്കെ തയ്യാറാണ്. ചിലർ അവരുടെ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ സ്വാധീനത്തിൻ്റെ ഇതൊക്കെ കാണിക്കാനുള്ള ഒരു സമയം കൂടിയായിട്ട് അതിനെ കാണും, അല്ലെങ്കിൽ സ്വാധീനം കൊണ്ട് നേടിയെടുക്കാൻ നോക്കും. ഇന്ന് സുവിശേഷത്തിൽ ഇത് ഒരമ്മ വന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഒരിക്കലും ഒരു സ്വാധീനം വെച്ചിട്ട് ചോദിക്കുന്നതൊന്നുമല്ല. എനിക്ക് ഈശോയായിട്ടുള്ള അടുപ്പോ അല്ലെങ്കിൽ ഇരിപ്പോശം വെച്ചൊന്നും ചോദിക്കുന്നതൊന്നുമല്ല. ഈശോയുടെ വ്യക്തിത്വം ഇഷ്ടപ്പെട്ട് ഈശോയുടെ പ്രവർത്തനങ്ങൾ കണ്ട്, കാരണം ഈശോയുടെ കൂടെ തന്നെ ഈ അമ്മയും ഉണ്ടായിരുന്നു. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളിലോ ഈ അമ്മയുണ്ടായിരുന്നു. ഈശോ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് തൻ്റെ മക്കള് ഈ ഒരു നല്ല ജീവിത മാതൃകയിൽ എന്നും ഈശോയുടെ കൂടെ ഉണ്ടാണെന്നുള്ളൊരു നല്ല ആഗ്രഹത്തോടെയാണ് അമ്മ ചോദിച്ചത്. പക്ഷെ നമ്മൾ പലപ്പോഴും അമ്മയുടെ സ്വാർത്ഥതയായിട്ടും ആ 2 ശിഷ്യന്മാരുടെ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമായിട്ടൊക്കെയാണ് കാണുക. ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും മനസ്സിലാകാതെയാണ് അവർ ചോദിച്ചതെന്ന് ഈശോയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈശോ ചോദിച്ചത്. നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, കാരണം ഇത് ലഭിക്കൂലെന്നൊന്നും ഈശോ പറയുന്നില്ല. പക്ഷേ അതിന് ജീവൻ തന്നെ കൊടുക്കേണ്ട, വിലയായി കൊടുക്കേണ്ട ഒരു സാധ്യതയുണ്ട് എന്ന് ഈശോ പറയുകയാണ്. ഈശോ പറയുന്ന വാക്കുകളിലുണ്ട് അത്. ഈശോ തിരിച്ചു ചോദിക്കുന്ന ഇതാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ സാധിക്കും? ആ മക്കളെ യാതൊരു മടിയും കൂടാതെ പറയുന്നുണ്ട്, സാധിക്കും. ഈശോ പറഞ്ഞ ആ കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ അത് ഫുൾഫിൽ ചെയ്യാൻ റെഡിയാണെന്നാണ് പറയുക, അല്ലാതെ വെല്ലുവിളിക്കുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര നാൾ അങ്ങനെ ചെയ്തതല്ലേ, നിന്റെ കൂടെ നടന്നതല്ല, അതിൻ്റെ പേരിൽ തന്നൂടെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. പാനപാത്രം കുടിക്കാൻ കഴിയുമെന്നാ പറയുക. ആ 2 മക്കള് ജീവിതത്തിൽ അത് പ്രൂവ് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുള്ളത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇന്നും നമ്മൾ പലതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാം ഉപയോഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധരോടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടോ, എൻ്റെ മക്കളെപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ള ഒരു കൃപ തരണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയുടെ ഒപ്പം, അല്ലെങ്കിൽ ഈ വിശുദ്ധരെ പോലെ എനിക്കും ആകണമെന്ന് എത്ര മക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് എളുപ്പമാണ് മറ്റുള്ളവരിങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അതവൻ്റെ സ്വാർത്ഥതയാണെന്നൊക്കെ പറയാനായിട്ട്. പക്ഷെ ചില ആഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ നല്ലതാണ്. നന്മ കാംക്ഷിച്ചുകൊണ്ടുള്ള ചില ആഗ്രഹങ്ങൾ, ആർക്കും വേദന കൊടുക്കാത്ത അല്ലെങ്കിൽ ആരുടെയും അവകാശത്തെ തട്ടിപ്പറിക്കാത്ത ചില ആഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും നല്ലതാണ്. ഇവിടെ ആരുടെയും സ്ഥാനം തട്ടിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണമെന്ന് അവർ പറയുന്നില്ല. ഞങ്ങൾക്ക് അവിടെ ഇരുന്ന, അല്ലെങ്കിൽ അങ്ങയോട് കൂടെ വലത്തുമിടത്തൊക്കെ ഇരിക്കാൻ ഒരാഗ്രഹം ഉണ്ടെന്നേ പറഞ്ഞോളൂ. മറ്റുള്ളവൻ്റെ ഒഴിവിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവന് കരുതി വച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വേണമെന്ന് അവർ വാശി പിടിച്ചില്ല. ആർക്കും ദ്രോഹം ചെയ്യാത്ത ചില ആഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ നല്ലതാണ്. അതിൽ പ്രത്യേകിച്ചോ ഈശോയോടൊപ്പമായിരിക്കാനുള്ള ആഗ്രഹം, വിശുദ്ധരുടെയൊക്കെ ആ ഒരു സ്ഥാനത്ത് എത്താനുള്ള ഒരു ആഗ്രഹം നമുക്ക് എത്ര പേർക്കുണ്ട്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും ധീരമായ ഒരു സാക്ഷ്യം നൽകിയ വിശുദ്ധൻ്റെ ആ തിരുനാൾ മാതൃകയൊക്കെ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നല്ലൊരു ദിവസം
എല്ലാവർക്കും ആശംസിക്കുന്നു. തിരുനാളിൻ്റെ മംഗളങ്ങളും നേരുന്നു.